മകളെ നീറ്റ് എക്സാം കഴിഞ്ഞപ്പോഴേ നമ്മളെല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കട്ട് ഓഫ് എത്രയാണ്, അത് ഓൾ ഇന്ത്യയിൽ എത്ര മാർക്കാണ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ കേരളത്തിൽ എത്ര മാർക്ക് വേണം, എന്നാലും MBBS കിട്ടി. ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞിരുന്ന് നീറ്റ് എക്സാം കഴിഞ്ഞ അന്ന് തന്നെ നമ്മളൊരു 6:30 അടുത്ത് കട്ട് ഓഫ് വേണ്ടി വരുമെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരൊക്കെ നല്ല അടിപൊളിയായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്തു, കുറച്ച് പേരൊക്കെ അതിൽ വളരെ മോശമായിട്ടുള്ള കമൻറ്റൊക്കെ പറഞ്ഞു. നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സത്യത്തിൽ ഓൾ ഇന്ത്യ പ്ലാറ്റ്ഫോംസിൻ്റെ ഒക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു മറുപടി അതിൽ തന്നേക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കട്ട് ഓഫ് ഇപ്പോഴും ഒരു 620-നും 630-നും ഇടയിൽ തന്നെയായിരിക്കും. ഉറപ്പായിട്ടും ഓൾ ഇന്ത്യയിൽ നിങ്ങളൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS ആഗ്രഹിക്കുന്ന ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ കട്ട് ഓഫ് എന്തായാലും ഒരു 620-ക്കും 630-ക്കും ഇടയിൽ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തായാലും ആ ഒരു മാർക്ക് തന്നെയാണ്. നിങ്ങൾ കുറേ ഓൾ ഇന്ത്യ പ്ലാറ്റ്ഫോംസ് ഒന്ന് എടുത്തു നോക്കിയേ, അവിടെയൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ മാത്രമല്ലല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഓൾ ഇന്ത്യയിൽ 22,70,000 മുകളിൽ കുട്ടികൾ എഴുതിയ എക്സാം അല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അല്ലാതെ കേരളത്തിൽ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഓൾ ഇന്ത്യ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കൊരു 620-നും 630-നും ഇടയിൽ തന്നെയായിരിക്കും. നമ്മൾ ആദ്യത്തെ വീഡിയോ മുതൽ 630 എന്നാണ് പറഞ്ഞത്, അത് അങ്ങനെ തന്നെയായിരിക്കും. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കട്ട് ഓഫിൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. അവിടെ നമുക്കൊരു 645-നും 655-നും ഇടയിലേക്ക് നമുക്ക് കട്ട് ഓഫ് പോവാം. 645-നും 655-നും ഇടയിലേക്കായിരിക്കും നമുക്ക് കേരളത്തിലെ കട്ട് ഓഫ് വരുന്നത്. കാരണം കേരളത്തിൽ കുറേ കുട്ടികൾ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തിന് ഈവൻ നമ്മുടെ JPSലാണെങ്കിൽ പോലും കുറഞ്ഞ കുട്ടികളേ ഉള്ളൂ. ഇവിടെ എല്ലാ വർഷവും പഠിക്കുന്ന കുട്ടികളുടെ 200-ന് അടുത്ത കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇതിൽ തന്നെ 695, 690, 685, 680 ഇങ്ങനെയൊക്കെയുള്ള മാർക്കുകൾ JPSലെ കുട്ടികൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. കാരണം ഏറ്റവും നല്ല റിസൾട്ടുകൾ തുടർച്ചയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം തന്നെയാണ് നമ്മുടേത്. ഒരു കാര്യം പറയട്ടെ, ഈ കഴിഞ്ഞ 6 വർഷങ്ങളായി JPS മുന്നോട്ടേക്ക് പോകുന്നു. അതിൽ ആദ്യത്തെ വർഷം തന്നെ 110 കുട്ടികൾ, 56 കുട്ടികൾക്ക് MBBS ആണ്. പിന്നീട് ഓരോ വർഷങ്ങളിലും നമ്മുടെ MBBSൻ്റെ എണ്ണം കൂടിക്കൂടി വന്നു. ഇതിൽ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, കഴിഞ്ഞ വർഷം കേരളത്തിൽ 2 2 ഡിജിറ്റ് റാങ്കുകൾ ഉണ്ടായിരുന്നു. 2 ഡിജിറ്റ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 റാങ്കോ 55 റാങ്കോ. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് കഴിഞ്ഞ നീറ്റ്, ഇപ്പോൾ ഇല്ല അതിന് തൊട്ട് മുന്നേ കഴിഞ്ഞ എക്സാമിൽ കേരളത്തിൽ 7ാമത്തെ റാങ്ക് JPSനാണ്. 7, 23, 91, 93 ആദ്യത്തെ 100-ൽ 4 റാങ്കുകൾ. അത് കഴിഞ്ഞതാ ഇപ്പോൾ വീണ്ടും നമ്മൾ റാങ്കിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഉറപ്പായിട്ടും JPSന് ഒരു 4 2 ഡിജിറ്റ് റാങ്കുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നാണ് ഇവിടുത്തെ കുറഞ്ഞ നമ്പറിൽ നിന്ന് നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസും ഏറ്റവും നല്ല ക്ലാസ്സുകളും ഏറ്റവും നല്ല എക്സാംസും ആയിട്ടാണ് JPS മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും പറയാം, ഓൾ ഇന്ത്യയിലെ കട്ട് ഓഫിൻ്റെ കേസിൽ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം, ഓൾ ഇന്ത്യയിൽ ഒരു 620-നും 630-നും ഇടയിൽ തന്നെയാണ് കട്ട് ഓഫ് വരിക. കേരളത്തിൽ 645, 655-ന് ഇടയിൽ തന്നെയാണ് കേരളത്തിലെ കട്ട് ഓഫ് വരിക. വീണ്ടും തന്നെ പറയാണ്, ഇതിനെ വ്യക്തമായ രീതിയിൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. കാരണം പലരും 2024 നീറ്റുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. 25 ഭയങ്കര ടഫായിരുന്നു, ശരി തന്നെ. പക്ഷെ 24 എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാം തന്നെയായിരുന്നു, ശരിയല്ലേ. 25 ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു, 24 ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷെ 24 ഈസി എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ, അന്ന് നമുക്ക് 3 മണിക്കൂർ 20 മിനിറ്റും ഉണ്ട്. അത് കൂടാതെ എക്സാമിനാണെങ്കിൽ 200 ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതിൽ നിന്ന് ചോയ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നീറ്റ് എക്സാം കഴിഞ്ഞ് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മുടെ മുന്നിൽ 200-ൽ 180 എഴുതിയാൽ മതി, ചോയ്സ് ഉണ്ട് നമ്മുടെ മുന്നിൽ. ഇവിടെ നമ്മുടെ മുന്നിൽ ചോയ്സ് ഉണ്ടോ? ഇവിടെ നമ്മുടെ മുന്നിൽ ചോയ്സ് ഇല്ല. നമുക്ക് സമയം 3 മണിക്കൂറാണ്. പിന്നെ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം 2025 നീറ്റ് ടഫായതോടുകൂടെ നമ്മളെല്ലാവരും നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. നമ്മളെ മക്കളൊക്കെ നന്നായിട്ട് പഠിച്ചു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം എക്സാമിനേഷൻ ഹോളിൽ പോയപ്പോഴും മക്കൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്തത്. ശരി, യാഥാർത്ഥ്യം പറയട്ടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം അത്ര കണ്ട് 2024 പോലെ ഈസി അല്ല. എക്സാം കുറച്ചും കൂടെ 2023-ൻ്റെ പാറ്റേണിലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ 620-നും 630-നും ഇടയിൽ തന്നെയായിരിക്കും ഓൾ ഇന്ത്യ കട്ട് ഓഫ് വരുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടിയേക്കാം. ഓക്കെ, ഇതാണ് റിയാലിറ്റി. ഈ റിയാലിറ്റി മനസ്സിലാക്കിയാതാണ് പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മക്കളോട് പറയാനുള്ള കാര്യം, വെറുതെ ചുമ്മാ കിടന്ന് ടെൻഷൻ ആവാൻ നിൽക്കണ്ട. നിങ്ങൾ വാങ്ങിച്ചേക്കുന്ന മാർക്ക് നല്ല മാർക്ക് തന്നെയാണ്. അതിൽ കിട്ടുമോ ഇതിൽ കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് താഴത്തേക്ക് പോയ ആളുകൾ ഇനി നമ്മുടെ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ മക്കളെ, കാണാം.